നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതുമെന്നും അറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. അറിവിനേക്കാൾ അതിൽ നിന്നുമുണ്ടാകുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. പ്രധാനമായും ആളുകൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാബോധം കൊണ്ടും നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നതും കൊണ്ടുമാണ്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ വെല്ലുവിളിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ്. ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ല. നല്ല മനക്കരുത്തുള്ളവർ ഏതു പ്രതിസന്ധിയിലും അതിജീവിക്കുന്നു. യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള അകൽച്ചയാണ് നിരാശ. എത്രത്തോളം പ്രതീക്ഷകൾ നഷ്ടമാകുന്നുവോ അത്രത്തോളം നിരാശകൾ നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളിലേക്ക് സന്തോഷം കടന്നുവരും. ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണെന്ന് കരുതരുത്. ക്ഷമിക്കുവാൻ കഴിവുള്ളവനാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ ജീവിതമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. കാരണം എന്തെന്നാൽ നാളെ നമുക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്നറിയാതെയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാത്തിലും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കുവാനും സ്വീകരിക്കുവാനും ആരും ഉണ്ടാകാറില്ല. ഉപദേശങ്ങൾ നൽകാൻ ആർക്കും സാധിക്കും. എന്നാൽ അതിൽ ഒന്നെങ്കിലും ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റുക എന്നത് അസാധ്യമായ കാര്യമാണ്. നഷ്ടം അത് മറ്റൊരു ലാഭത്തിനു വേണ്ടിയുള്ള മാറ്റം മാത്രമാണ്. അതിനാൽ നഷ്ടത്തെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാതിരിക്കുക. അംഗീകാരങ്ങൾ ചോദിച്ചു വാങ്ങരുത്. നമുക്ക് വില കൽപ്പിക്കാത്തിടങ്ങളിൽ ഒരിക്കലും നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതാകുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. നിങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ശ്രമിക്കുന്നവരുണ്ടാകും. അവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓരോ അവസരവും നമ്മൾ കൃത്യമായി തന്നെ ഉപയോഗിക്കണം. കാരണം തിരിച്ചു നടക്കാൻ പറ്റാത്ത ഒരേ ദിശയിലേക്ക് മാത്രം നീങ്ങുന്ന പാതയാണ് നമ്മുടെ ജീവിതം. നാം ദുർബലരാണ് എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. വിജയം ആസ്വാദകരമാണെങ്കിൽ പ്രയാസം വളരെ ആവശ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.